പാഷാണം ഷാജി എന്നാണ് താങ്കൾ അറിയപ്പെടുന്നത്. താങ്കൾ പാഷാണം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അറിയോ? വിഷം. എന്നാണ് വിഷം കഴിച്ചത് ആദ്യമായിട്ട്? ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ആര് കൊടുത്തോ? ഇപ്പൊ ഇതിപ്പോ ആൾക്കാർ കഴിച്ച പോലെ ആയി. ആർക്കെങ്കിലും കൊടുത്തോ? ഇല്ല, ആർക്കും കൊടുത്തിട്ടില്ല. പിന്നെ എന്താണ് അത്? ഞാൻ പാഷാണം ഷാജി എന്നൊരു ക്യാരക്ടർ സാറ് ജഡ്ജ്മെന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു മഴവിൽ മനോരമയിൽ. പുള്ളിയാണ് അതിന് കാരണം. അതെന്താ അദ്ദേഹത്തിന് പാഷാണം ഷാജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് നമുക്ക്. അതായത് ഇയാള് ആളുകളെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുന്നതിൽ സുഖം കണ്ടെത്തുന്നൊരു കഥാപാത്രമായിരുന്നു. അത് ഭയങ്കര ഹിറ്റായി. ഒരു സ്കിറ്റിലാണ് അത് ആദ്യം വന്നത്. പിന്നീട് അത് ആ ക്യാരക്ടറെ വെച്ചിട്ട് ഒരുപാട് സ്കിറ്റുകൾ ചെയ്യാൻ നമ്മൾ തന്നെ പറഞ്ഞത് ആ ക്യാരക്ടർ അത്രയും ക്ലിക്കായത്. അങ്ങനെ ഇപ്പോൾ സാജു നവോദയ എന്ന് പറയുന്ന ആളെ അറിയപ്പെടുന്നത് പാഷാണം ഷാജി എന്ന് പറയുന്നത്. പാഷാണം ഷാജി ഇപ്പോൾ ഈ ഭാസ്കർ ദ റാസ്കലിൽ എന്ത് റോളാണ് ചെയ്യുന്നത്? ഭാസ്കർ ദ റാസ്കലിൽ വളരെ പുള്ളി ഒരു റാസ്കലാണോ അതോ സാധാരണ ആണോ? റാസ്കലിന്റെ ഒരു സുഹൃത്താണ്. ഫ്രണ്ട് റാസ്കലായിട്ട്. ഈ ഭാസ്കർ എന്ന് പറയുന്ന ആരാണ്? ഭാസ്കർ എന്ന് പറഞ്ഞത് ഇപ്പൊ എന്റെ മുതലാളി. മുതലാളി. പുള്ളിക്ക് എന്താ പണി? പണിയൊന്നുമില്ല, ഇടി തന്നെ മെയിൻ പരിപാടി. കാശ് മേടിക്കും? കാശ് മേടിക്കൊന്നുമില്ല. കൊട്ടേഷനാണോ? ഇല്ല, തല്ല് കൊള്ളണ്ടവർക്കിട്ട് തല്ല് കൊടുക്കുള്ളൂ. അത്രേ ഉള്ളൂ. വേറെ ആരെങ്കിലും വെച്ച് തല്ലിച്ചാൽ പോരാ? കേളനെ പോയി തല്ലണം? വേറെ ഞങ്ങൾ കൂടെയുള്ള 3 മണ്ടന്മാരാ, തല്ലാൻ പറ്റിയ ആൾക്കാരില്ല. 3 പേരാരൊക്കെ? 3 പേര്. ഒന്ന് ഞാൻ ഷാജോൻ ചേട്ടനുണ്ട്, എസ്രശോൻ ചേട്ടനുണ്ട്, പിന്നെ ഞാൻ. ബാക്കി 2 പേര് മണ്ടന്മാരാണെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മണ്ടൻ ഓക്കെ മനസ്സിലായി. ബാക്കിയുള്ളവർ എങ്ങനെ മണ്ടന്മാരാവും? അല്ല, ഇത്രയും ദിവസം കൂടെ ഉണ്ടാകുമ്പോൾ ഈ ചെയ്യണ കാര്യങ്ങൾ കണ്ടു വെച്ചിട്ട് ഒറ്റ ദിവസം മനസ്സിലാക്കാൻ. ഈ നമ്മൾ ഓരോ കഥ ഉണ്ടാക്കുമ്പോഴും ഇപ്പം മമ്മൂക്കയെ വെച്ച് അല്ല, നമുക്ക് ഹിറ്റ്ലർ, പിന്നെ ക്രോണിക് ബാച്ചിലർ, ഇപ്പൊ നമ്മള് അല്ല ഞാൻ ചോദിക്കണ്ടേ, മമ്മൂക്കെ വെക്കാതെ അല്ലെങ്കിൽ ആരെയും വെക്കാതെ നിങ്ങൾക്കൊരു കഥ ഉണ്ടാക്കിയിട്ട് ഒരാളെ വെച്ചൂടെ? അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. അതല്ല, ഞാനിപ്പോ എപ്പോഴും നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു ആൾ മനസ്സിൽ വേണം, ഒരു ഇമേജ് മനസ്സിൽ വേണം, ഒരു ക്യാരക്ടർ, ഒരു രൂപം മനസ്സിൽ വേണം. നല്ലൊരു കഥ. അതിപ്പോ പുതിയ ആളാണെങ്കിൽ ഒരു പുതിയ ആൾ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെ ആലോചിക്കുമ്പോഴും മമ്മൂക്ക ചെയ്തിട്ടുണ്ടോ, മമ്മൂക്ക ചെയ്യാത്ത തരം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക്കാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മള് പ്രശ്നം ഞാൻ ഓരോ പടം ചെയ്യുന്നത് ഞാൻ ഇതിനു ചെയ്യാത്തായിട്ടാണ്. ഇനിയിപ്പോ ശരിയാവത്തൊന്നും അല്ല. അപ്പൊ മമ്മൂക്ക അത് എങ്ങനെയാണ് അത് ഓവർകം ചെയ്യണം? മമ്മൂക്ക ചെയ്യാത്ത ഒരു ടച്ച് ഇല്ലാത്ത, അതൊക്കെ എല്ലാത്തിലും നമ്മളൊരു ഇത്രയും പടങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ പടത്തിലും എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ളത് വരും. നമ്മുടെ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് 500 വെറൈറ്റി ഒന്നും ഒരു ലോകത്ത് 5 വെറൈറ്റി തന്നെ കാണിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഒരു കഥകളി നടൻ ഒരു ഭാവം അല്ലെങ്കിൽ ഒരു രസം എന്നൊക്കെ പറഞ്ഞ് കാണിക്കാമെന്നല്ല, ഒരു കഥാപാത്രമായിട്ട് പൂർണ്ണമായിട്ടും വേറെ ഒരാളായി മാറുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറിയാൽ വലിയ അതിഭയങ്കര നടനാണ് 15 സിനിമയിൽ അഭിനയിക്കാം. അതിനപ്പുറത്തേക്ക് അഭിനയിക്കുന്ന കഴിഞ്ഞാൽ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആവർത്തിക്കും നമ്മൾ. പിന്നെ കഥാപാത്രത്തിൻ്റെ ആവർത്തനം അറിയാതെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റ് പാരഫെർനേലിയ, കഥ പശ്ചാത്തലം, മറ്റു നടീനടന്മാർ, ഇയാൾ ജീവിക്കുന്ന അവസ്ഥ, ഇയാൾ നിൽക്കുന്ന ഭൂമിക, ഇതൊക്കെ മാറുമ്പോൾ ഈ കഥാപാത്രത്തിന് ടേസ്റ്റ് അതൊക്കെ മാറുമ്പോൾ കഥാപാത്രം വേറെ ആയിട്ട് തോന്നും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ സിദ്ദീഖിൻ്റെ കൂടെ ഹിറ്റ്ലർ അഭിനയിച്ചിട്ടുണ്ട്, ക്രോണിക് ബാച്ചിലർ അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ 3ാമത്തെ പടം. ഈ 2 പടത്തിൻ്റെയും ഈ സിനിമയുടെ കഥയിലില്ലാത്തടത്തോളം കാലം ഈ കഥാപാത്രത്തിനുണ്ടാവില്ല. ഇയാൾ കുറച്ചുകൂടെ അരകണ്ടായിട്ടുള്ള വഴക്കാരനാണ് 2ലും. അതിനൊക്കെ അടിമുടിയൊക്കെ ഉണ്ടാക്കുന്ന ആൾ തന്നെ. പക്ഷേ അയാൾ ഉണ്ടാക്കുന്ന വഴിയോണരത്തല്ല ഒന്നല്ല, ഈ പെങ്ങന്മാരെ നോക്കുന്നത് ഇടിക്കുന്നതായിരിക്കും. മറ്റേ കാരണം കൊണ്ട് എന്തെങ്കിലും വഴക്കുണ്ടാകും. ഇയാളതല്ല, ഇയാളെ അങ്ങനെയാണ്. ഇയാൾ അറിയപ്പെടുന്ന ഒരു റാസ്കലാണ്, അടികാരനാണ്. പക്ഷേ നമ്മൾ സിനിമ കാണുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണോ ഇയാൾ അടിക്കുന്നത് തോന്നും. അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. വഴിയോണന് ഗുഡ് മോർണിംഗ് പറഞ്ഞാലൊന്നും അടിക്കൊന്നുമില്ല. അടി കൊള്ളണ്ടവർക്കിട്ടാണ് അടിക്കുന്നുള്ളൂ. പറയുന്നുണ്ടല്ലോ, അടി കൊടുക്കാനുള്ളതാണ്, വായിക്കാനുള്ളതല്ല. അതാണ് പുള്ളിയുടെ ഫിലോസഫി. അടി കിട്ടേണ്ടടുത്ത് അടി കിട്ടിയിരിക്കണം, കൊടുക്കണം. ആ കുട്ടിയോട് പോലും നമുക്ക് പറയുന്നുണ്ടല്ലോ അത്. അപ്പൊ ഇത്തരം ഒരു ഡിഫറൻസ് ആണ് നമ്മളെപ്പോഴും സിനിമയിൽ കൊണ്ടുവരാം. മമ്മൂക്ക എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ സമീപിക്കുന്നത്? എന്തായിരിക്കും നമുക്ക് അത് പിടിക്കും? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കഥ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കഥ കേൾക്കുന്ന സമയത്ത് നമുക്ക് കുറേ സാധനങ്ങൾ, ഈ പറയുന്ന സാധനം നമ്മുടെ മനസ്സിൽ കൂടെ ഓടും. ആ സമയത്ത് കുറേയൊക്കെ നമ്മളിങ്ങനെ കഥാപാത്രമായിട്ട് നമ്മൾ വേറൊരാളെ കാണും, നമ്മളായിട്ട് തോന്നില്ല. ആ കഥാപാത്രമായിട്ട് വേറൊരാളായിരിക്കും ഈ കഥ പറയുമ്പോൾ തോന്നുന്നത്. പിന്നെ ആ ആളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ബാക്കി കഥയുടെ ബാക്കി ഉള്ള അവസ്ഥ പോലെ ഇരിക്കും. അതിൻ്റെ സിറ്റുവേഷൻസ്, നമ്മൾ അഭിനയിക്കുന്നത്, ഷൂട്ട് ചെയ്യുന്നത്, കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, കഥയുടെ മറ്റു പശ്ചാത്തലം, ഡയലോഗ് എല്ലാം കൂടെ വരുമ്പോഴേക്കും നമുക്ക് അയാളിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ എപ്പോഴും പൂർണ്ണമായിട്ട് സംഭവിക്കാറില്ല. പക്ഷേ കഥയിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ആ സമയത്തും മനസ്സിൽ ഓർത്തിട്ടുണ്ടാവും ഈ കഥ കേൾക്കുമ്പോൾ. അത് പക്ഷേ പിന്നീട് ഓർക്കലുണ്ടാവില്ല. പക്ഷേ ഈ ചെയ്തു വരുന്ന സമയത്ത് ഇതൊക്കെ എന്തെങ്കിലും ഇങ്ങനെ നമ്മളറിയാതെ തന്നെ വന്നിട്ടുണ്ടാവും, നമ്മളറിയാതെ തന്നെ വരും.
ഇതിനകത്ത് ഇപ്പോൾ ഹ്യൂമർ ഉണ്ട്, ഒരുപാട് ഹ്യൂമർ ഉണ്ട്. മമ്മൂക്കയുടെ കഥാപാത്രത്തിൽ ഹ്യൂമർ ഉണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഹ്യൂമർ ചെയ്തിട്ടില്ല. നിങ്ങൾ ഈ കഥാപാത്രത്തിന് ഹ്യൂമർ എന്ന് പറയുന്നത് ഞാൻ ഈ നിമിഷം വരെ വിശ്വസിക്കുന്നില്ല. അല്ല, ഹ്യൂമർ ഹ്യൂമർ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ആ ഡബ്ബിയിൽ നിന്നപ്പോഴാണെങ്കിൽ പോലും ചില സീരിയസ് ആയിട്ട് പറഞ്ഞായിട്ട് ഞാൻ ചിരിച്ചോടുന്നുണ്ട് അല്ലേ? ഹ്യൂമറായിട്ട് ചെയ്തിട്ടില്ല, പക്ഷേ സിറ്റുവേഷൻ്റെ ആണത്. അല്ല, ഞാൻ ഇതിനകത്ത് ഹ്യൂമറായിട്ടോ അല്ലെങ്കിൽ ഹ്യൂമറുള്ള കഥാപാത്രമാണെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ കഥ തമാശ ഉണ്ടാക്കാൻ വേണ്ടി ഒരു തമാശ ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ലായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, സത്യസന്ധമായിട്ട് പറയാം. പക്ഷെ സീരിയസ് ആയിട്ട് പറഞ്ഞത് രണ്ടും ആകാം, മോശമായിട്ടും ചിരിക്കാം നന്നായിട്ടും ചിരിക്കാം. ഇല്ലില്ല, നന്നായിട്ട് തന്നെ ചിരിച്ചേക്കണം. അത് ആ സിറ്റുവേഷനിൽ ഏറ്റവും നാച്ചുറൽ ആയിട്ടാണ് നമുക്കത്. കഥയിൽ കുറച്ചുകൂടി സിറ്റുവേഷൻസും ഡയലോഗുകളും കുറച്ച് നാച്ചുറൽ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. ആ സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പഞ്ച് ചിലപ്പോൾ അതിനകത്തുണ്ടാവും. പിന്നെ വേറൊരു ഈ കഥാപാത്രത്തിന്റെ മറ്റ് രണ്ട് ഹിറ്റ്ലറിലും മാധവൻകുട്ടിക്കും അല്ലെങ്കിൽ സത്യപ്രതാപനും ഇല്ലാത്തൊരു ഡിഫറൻസ് ഇതിനകത്ത് ഭയങ്കര ഇന്നസെൻസ് ഉണ്ട് ഈ ക്യാരക്ടർ. അയാൾ ഇന്നസെന്റ് ആണ്, ഇയാൾ വളരെ ഫ്രാങ്ക് ആണ്, വളരെ ട്രാൻസ്പെറന്റ് ആണ്, ഇയാൾ വളരെ ക്ലിയർ ആണ്. എന്നുവെച്ചാൽ സുതാര്യമാണ്. ഇയാളെ മനസ്സ് നമുക്ക് കാണാം, ഇയാളെ സങ്കടവും ദേഷ്യവും ഒക്കെ നമുക്ക് കാണാം. ഇയാളൊന്നും ഒളിച്ചു വെക്കുന്ന ആളല്ല, അതൊരു വലിയ കാര്യമാണ്. വളരെ ഓപ്പണാണ്, വളരെ ഇന്നസെന്റ് ആയിട്ടാണ് പല കാര്യങ്ങളും ചോദിക്കുന്നത്. അതെ, അയാളെക്കാളും ബുദ്ധിയുള്ള മകനാണെന്ന് തോന്നുന്നു. സിമിലാരിറ്റി ഉള്ള കഥാപാത്രങ്ങൾ ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ഇതിലും വേറെ രാജമാണിക്യത്തിലും ഇടിയൊക്കെ തന്നെ, പക്ഷെ ഇതുമായിട്ട് യാതൊരു കണക്ഷൻ പറ്റില്ല, ഒന്നുമില്ല. ഭയങ്കര ഒക്കെ വിട്ട് നിൽക്കണം. ക്യാരക്ടറിന്റെ അല്ല, സ്ലാങ്ങിന്റെ അല്ല, എന്നാലും ഈവൻ നമ്മൾ ഇതിനു വേണ്ടി കുറച്ചുകൂടെ ശരീരമൊക്കെ ഒന്നുകൂടെ വലിച്ചിട്ടുണ്ടാവും, കുറച്ചുകൂടെ ബിൽറ്റ് ചെയ്തിട്ടുണ്ട് ബോഡി. കുറച്ച് ഇടികാരല്ലേ, ആളുകൾ ഇടിക്കുന്ന ആളാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി കുറച്ച് മസിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ കണ്ട ഒരു ശക്തിയുള്ള ആളാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിക്കുമ്പോൾ സെറ്റിൽ വരുമ്പോൾ പോലും എനിക്ക് കുറച്ച് പവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കയറി ചിലപ്പോൾ നമുക്ക് സിനിമയുടെ ഈ ക്യാരക്ടറിനെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആവുന്നത്, അത് കുറച്ചുകൂടെ സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റുന്നത് പലപ്പോഴും. അത് പക്ഷേ മറ്റു സിറ്റുവേഷൻസ് നമ്മുടെ എല്ലാവരുടെയും ഈ കോമഡിയന്മാരുടെ ടൈമിങ് അതൊക്കെ ഭയങ്കര ഉണ്ടാവുമല്ലോ. നിങ്ങൾ തമാശ പറഞ്ഞാലും നമ്മൾ പറയുന്ന മറുപടി തമാശ അല്ലെങ്കിൽ പോലും ആൾക്കാർ ചിരിക്കണമെങ്കിൽ. പക്ഷെ അത് പറയുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് ചെയ്ത. ഇപ്പൊ ആ വെള്ളിമുങ്ങ ചെയ്ത് അതുപോലെ തന്നെ ഫഹദിന്റെ പടത്തിൽ ചെയ്തപ്പോഴും അങ്ങനെ തന്നെ ഒരു ക്യാരക്ടർ അതുപോലെ മീശ ഒട്ടിച്ച് തന്നു. അപ്പൊ എനിക്ക് തന്നെ തോന്നി ഞാൻ ചെയ്യണം അത് തന്നെ ഇത്. അങ്ങനെ വരില്ല, ആ സിനിമയിൽ വേറെ നമ്മൾ വേറെ സ്ഥലത്താണ് നിൽക്കുന്നത്. എന്നിട്ട് പോലും ചില സമയങ്ങളിൽ എല്ലാം ഒരുപോലെ വരണം, ഒരേപോലത്തെ കഥ ഒരേപോലത്തെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാണ് ചിലപ്പോൾ നമ്മൾ പലതും പഴയതുപോലെ ഓർക്ക് ഓഡിയൻസ് ചിലപ്പോൾ ഇതും ഭാര്യയാണ് സംശയം ഇങ്ങനെ തന്നെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറയും ഇത് എന്തിനാ എന്നെ വലിച്ചതിലിട്ടത്. അല്ല, അതങ്ങനെയുണ്ട്. ചില പടങ്ങളിൽ ചിലർ നന്നായാൽ അതേപോലത്തെ റോള് തന്നെ ഇടും, അത് സൂക്ഷിക്കണം ഇനി അങ്ങോട്ട്. ഇല്ല ഇനിയില്ല, നമ്മുടെ ഇതിനകത്ത് വളരെ ഡിഫറെന്റ് ആണ്. ഇയാളുടെ പേഴ്സണൽ ലൈഫ് ഇടയ്ക്കിടയ്ക്ക് ഇയാൾ ഇതിനകത്ത് അതെ ഭാര്യ വൈഫിന്റെ കാര്യം കിടക്ക് തല്ലും, പക്ഷെ അവൾ എന്തിനാ എന്നെ തല്ലുന്ന അങ്ങനെ തമാശ അതൊക്കെ ഇല്ലേ ഉണ്ടോ? ആ സീനൊക്കെ ഉണ്ടോ? വൈഫ് തല്ലും എന്ന് പറഞ്ഞത് പലതും ഡയറക്ടർ അടുത്ത പടത്തിലേക്ക് മാറ്റി. അല്ല, നമുക്ക് ഹ്യൂമർ ആവശ്യത്തിനുണ്ട്. അപ്പൊ പിന്നെ കൂടിക്കഴിഞ്ഞാൽ ടോട്ടാലിറ്റിയെ ബാധിക്കും. അധികമായാൽ ഹ്യൂമറും വിഷം. അതുകൊണ്ട് ഹ്യൂമർ എപ്പോഴും നമ്മൾ ഒരു കൺട്രോൾഡ് ഹ്യൂമർ എങ്കിലേ കൂടുതൽ ഇനിയും കാണാൻ തോന്നുള്ളൂ.